പാകിസ്ഥാൻ ഓടി നടന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും നേതാക്കളോട് തങ്ങൾക്ക് സഹായം ചെയ്യൂ, എങ്ങനെയെങ്കിലും ഇന്ത്യയെ തടയൂ, യുദ്ധം ഒഴിവാക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനിലെ തുക്കട മന്ത്രിമാര് നിരന്തരമായിട്ട് ആണവായുധമുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പാക് പ്രധാനമന്ത്രി UN സെക്രട്ടറി ജനറലിനെ വരെ വിളിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തു. അതുപോലെ തുർക്കി പ്രസിഡന്റിനോട് പറഞ്ഞു, റഷ്യൻ പ്രസിഡന്റിനോട് പറഞ്ഞു, അതുപോലെ ചൈനീസ് പ്രസിഡന്റിനോട് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞു, യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞു. പക്ഷേ അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും പാകിസ്ഥാന് കിട്ടുന്നില്ല. എന്നാൽ യുദ്ധം ഉണ്ടാകരുത് എന്നാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത്. ഇപ്പോ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ തന്നെ ഇക്കാര്യത്തില് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷി ലോകത്തിനില്ല എന്നും പാകിസ്ഥാനും ഇന്ത്യയും സംയമനം പാലിക്കണമെന്നുമാണ് ഇപ്പോൾ എർദോഗൻ പറഞ്ഞിരിക്കുന്നത്. മേഖലയിൽ സംഘർഷം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും തുർക്കി പ്രസിഡന്റ് പറയുന്നുണ്ട്. പാകിസ്ഥാന് തുർക്കി ആയുധം നൽകുന്നുവെന്ന ആരോപണം തുർക്കി പ്രസിഡന്റ് എർദോഗാനും ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നിലവിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പരിണമിക്കുന്നതിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാകണം. അങ്കാറയിൽ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്താണ് എർദോഗൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതായത് യുദ്ധം ഒഴിവാക്കണമെന്നാണ് തുർക്കിയും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഒറ്റ ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്ക് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പാക് അധീന കാശ്മീർ, നിരന്തരമായിട്ട് നുഴഞ്ഞുകയറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ സമീപനം. നമ്മളിപ്പോൾ ഒരു പഹൽഗാം ആക്രമണത്തിന് മുമ്പുള്ള വാർത്തകളെല്ലാം എടുത്തു നോക്കിയാൽ നിരന്തരമായിട്ട് അതിർത്തി കടന്ന് ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് വരാനായിട്ട് ശ്രമിക്കും. ഇന്ത്യൻ സൈന്യം അവരെ തടയും. പലപ്പോഴും നമ്മുടെ ജവാന്മാർ വീരമൃത്യു വരിക്കും. ഒന്നോ രണ്ടോ പേരൊക്കെ മരണപ്പെടുന്നു എന്നുള്ള വാർത്തകൾ നിത്യസംഭവമാണ് പാകിസ്ഥാനിൽ എപ്പോഴും. നമ്മുടെ ജവാന്മാരാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ മരിക്കുന്നത്, അല്ലെങ്കിൽ വീരമൃത്യു വരിക്കുന്നത്. അപ്പോൾ അവരുടെ വേർപാട് നമ്മൾ നിരന്തരം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പട്ടാളക്കാർ നിരന്തരം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തിനെതിരായിട്ട് അതിർത്തിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തിനെല്ലാം അറിയാം. അപ്പൊ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നിലവിൽ തന്നെ പഹൽഗാം വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഒരു സൈനിക നീക്കം, അല്ലെങ്കിൽ അവര് എപ്പോഴെങ്കിലും വെടിനിർത്തൽ കരാർ ലംഘിച്ച് അതിർത്തിയിൽ വെടിവെക്കുന്ന സമയത്ത് ശക്തമായൊരു നീക്കം നടത്താൻ ഇന്ത്യ വിചാരിച്ചാൽ സാധിക്കും. പക്ഷെ ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കാത്ത രാജ്യമായതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചെയ്യാത്തത്. ഇപ്പോൾ ഇത്രയും കാലം ഇൻഡസ് വാലി ട്രീറ്റി പോലും ഇന്ത്യ റദ്ദാക്കാത്തതും മനുഷ്യാവകാശ മൂല്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ്. പക്ഷെ ഇത്തവണ എന്താണ് സംഭവിച്ചതെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. മനസ്സമാധാനത്തോടെ ജീവിച്ച മനുഷ്യരെ നമ്മൾ കാണേണ്ടത്. കാശ്മീർ ഒരു കാലത്ത് വളരെ കലുഷിതമായിരുന്നു, ആർക്കും എത്തിനോക്കാൻ പറ്റാത്തൊരിടം. ഇന്നവിടം ശാന്തമായി സമാധാനമായി അവിടെയുള്ള ആളുകൾ ജോലിക്ക് പോയി തുടങ്ങി, അവര് സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങി, ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി. 35 ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അവിടേക്ക് പോയി. അപ്പോൾ അവിടം എക്കണോമിക്കലി ഗ്രോ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് പഹൽഗാം പോലെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നൊരു സ്ഥലത്ത് മതം ചോദിച്ച്, ജാതി ചോദിച്ച്, അല്ലെങ്കിൽ വസ്ത്രം ഉരിഞ്ഞു നോക്കി ഒക്കെ ആക്രമണം നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ തന്നെയാണ് ഇത് തുടങ്ങി വെച്ചത്. ഈ ഒരു ആക്രമണം കൊണ്ട് ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാൻ കഴിയുമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഒവൈസി അടക്കമുള്ള നേതാക്കൾ ഈ ഘട്ടത്തിൽ റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, അദ്ദേഹത്തിന് BJP ഗവൺമെന്റിനോട് ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹവും കുറച്ച് മാന്യമായി സംസാരിക്കാൻ ശ്രമിച്ചു. കോൺഗ്രസ് നേതാക്കൾ ആസ് യൂഷ്വൽ അവരിതിനെയൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് മാത്രമാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്ത സമയത്ത് അന്നത്തെ സംഘപരിവാർ ശക്തികളെല്ലാം ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു. നമുക്ക് അഥവാ രാഷ്ട്രീയ നേതൃത്വത്തോട് എതിർപ്പുണ്ടെങ്കിൽ ഉണ്ടാകാം, കാരണം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുണ്ടാകാം, അത് ഉണ്ടായിക്കൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള സമയവും കാലവും ഇതല്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാം, ഇതെല്ലാം ചോദ്യം ചെയ്യാം. യുദ്ധസമാനമായ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ, രാജ്യം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴല്ല ഇതൊന്നും പറയേണ്ടത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും അവരുടെ ഈ ഒരു ഒത്തൊരുമയില്ലായ്മ കാരണം ഇത്തരത്തിൽ വളരെ മോശം പരാമർശങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ തന്നെ മോദിയുടെ ഒരു തലയില്ലാത്ത ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നു, കാണാനില്ല എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ പാകിസ്ഥാൻ പറഞ്ഞത് വിശ്വസിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോൾ ഇസ്ലാമിക പൊളിറ്റിക്കൽ പാർട്ടികളുടെ നേതാക്കളായിട്ടുള്ള ഒവൈസി, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ ഒമർ അബ്ദുള്ള പോലെയുള്ളവരൊക്കെ ഇന്ത്യ ഗവൺമെന്റിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. അവര് രാജ്യത്തിനൊപ്പമാണെന്ന് വ്യക്തമാക്കുക മാത്രമല്ല, പാകിസ്ഥാന്റെ ഇന്ത്യയെ വിഭജിക്കാനുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമത്തെ തകർക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യ അല്ല, ഇത് പാകിസ്ഥാനാണ്. കാരണം ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികളിൽ പാകിസ്ഥാനികളുണ്ട്. അതിലൊരാൾ പാകിസ്ഥാന്റെ പാരാ കമാൻഡോയിലുള്ള ഒരാളാണ്.
അപ്പോൾ തീവ്രവാദിയായിട്ട്. അപ്പോൾ ഇയാളെപ്പോലുള്ളവരെ ഇങ്ങോട്ട് വിട്ടത് പാകിസ്ഥാനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ തുർക്കി പറയാണ് നമ്മൾ അടി കൊണ്ട് ഇവിടെ മിണ്ടാതിരിക്കണം, തിരിച്ചൊന്നും ചെയ്യരുതെന്ന്. നടക്കുന്ന കാര്യമല്ല. ലോകരാജ്യങ്ങൾക്ക് അത്രയും യുദ്ധത്തെ പേടിയാണ്, വലിയ കൺസേൺ അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ പാകിസ്ഥാനെ നിലക്കി നിർത്തണമായിരുന്നു. ഇന്ത്യയിൽ ഭീകരവാദം നടത്തുന്നത് അവസാനിപ്പിക്കാനായിട്ട് പ്രഷർ ചെയ്യണമായിരുന്നു. ഇത് പാകിസ്ഥാന് ചോറ് വാരിക്കൊടുത്ത് തേനും പാലും വായിൽ ഉരുട്ടി കൊടുത്തിട്ട് പിന്നെ അവസാനം അടി തിരിച്ചടി കിട്ടുമെന്ന് കാണുമ്പോൾ അയ്യോ സമാധാനം, മറ്റേ വെള്ളരി പ്രാവിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് പുത്തരി കണ്ട മൈതാനത്ത് പോയി പറയാൻ പറയും ഇന്ത്യക്കാർ. കാരണം ഇത് തടയാൻ അവസരം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. തുർക്കി എവിടെ പോയിരുന്നു? പാകിസ്ഥാൻ ഇങ്ങനെ സ്പോൺസർ ചെയ്ത് ഇന്ത്യയിൽ ഭീകരവാദം നടത്തുന്ന സമയത്ത് തുർക്കി എവിടെ പോയിരുന്നു? വിളിച്ച് ഉപദേശിക്കാൻ പറ്റില്ലായിരുന്നോ? സഹോദര രാജ്യമല്ലേ? അല്ലെങ്കിൽ ചൈന എവിടെ പോയിരുന്നു? ചൈന മടിയിലിരുത്തി പാല് കൊടുക്കുന്നതല്ലേ? വിളിച്ച് ഉപദേശിക്കാമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവർക്കൊന്നും ഉപദേശിക്കാൻ വയ്യ. ഇന്ത്യയിൽ 28-29 മനുഷ്യരുടെ ജീവൻ, അതും നിസ്സഹായരായിട്ടുള്ള മനുഷ്യര്, നിരായുധരായിട്ടുള്ള മനുഷ്യര്, ആ മനുഷ്യരുടെ ജീവൻ ഭീതി പരത്തിക്കൊണ്ട് നമ്മൾ കാണേണ്ടത് അപകടത്തിൽ മരിച്ചവരുടെ കാര്യം മാത്രമല്ലെന്നേ, ഇതിന് സാക്ഷിയായ സ്ത്രീകൾ, കുട്ടികൾ, അവരുടെയൊക്കെ നിലവിളി, ആ വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ക്രൂരമായ കൃത്യം നടത്തിയതിന് ശേഷം നമ്മൾ അടിയും വാങ്ങി മിണ്ടാതിരിക്കണം, തിരിച്ചൊന്നും ചെയ്യരുത്, എല്ലാം അങ്ങ് സഹിച്ചിരുന്നോളാമെന്ന് ഇന്ത്യ ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല. ലോക സമാധാനം അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ എർദോഗൻ അടുപ്പത്ത് കൊണ്ടുവച്ച് അങ്ങ് പുഴുങ്ങിയാൽ മതി. എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല. നിസ്സഹായരായിട്ടുള്ള മനുഷ്യർ മരിക്കണമെന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്? പക്ഷേ നമ്മുടെ രാജ്യത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് തിരിച്ചടി കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ പ്രശ്നം മാത്രമല്ല, നാളെ നമ്മുടെ രാജ്യത്തിനെതിരെ ആരും വരാതിരിക്കാൻ കൂടി ആവശ്യമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ റിവെഞ്ച് എടുക്കുകയാണെന്ന്. റിവെഞ്ച് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, നമ്മൾ കുറെ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് മിണ്ടാതിരിക്കുകയാണെന്ന് കരുതുക. സമാധാനം, ശ്രീ ബുദ്ധൻ പറഞ്ഞ അഹിംസ, ശരി, നമുക്ക് സമാധാനത്തിന്റെ പാതയിലൂടെ അങ്ങ് തീരുമാനിക്കാം. പക്ഷെ മറ്റ് ആൾക്കാർ എന്ത് കരുതുന്നറിയോ? ഈ ആക്രമണം നടത്തിയവര് ഇന്ത്യ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇന്ത്യ അടിക്കാം, കൊല്ലാം, ഇന്ത്യക്കാരെ കൊല്ലാം, ആരും ചോദിക്കാൻ വരില്ല, അവർ സമാധാനവും പറഞ്ഞുകൊണ്ടിരുന്നോളും, നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ നാളെയും അവരിത് ആവർത്തിക്കും. നമ്മൾ തിരിച്ചടിക്കാൻ ഒരുങ്ങുമ്പോൾ എർദോഗനും ചൈനയും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളും മറ്റേ UN സെക്രട്ടറി ജനറലും കൂടെ വന്നിട്ട് പറയും സമാധാനമാണ്, നിങ്ങൾ സഹിച്ചോണം, നിങ്ങളെല്ലാം കൊണ്ടങ്ങ് ഇരുന്നോണം. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ ഇപ്പോൾ ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കേണ്ടത് ഇന്ത്യക്കാരുടെ മറ്റേ ചോര തിളച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മറ്റേ പാകിസ്ഥാനികളെ കൊന്നു കൊല വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിന് വേണ്ടിയിട്ടോ അല്ല. സാധാരണക്കാരായിട്ടുള്ള പാകിസ്ഥാനികളെ ആക്രമിക്കാൻ ഒരു ഇന്ത്യക്കാരും പറയില്ല. നമ്മളിപ്പോൾ ഒരു തിരിച്ചടി കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നാളത്തെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നാളെ ഇന്ത്യക്കെതിരെ കൈ പൊങ്ങുന്നതിന് മുമ്പ് ശത്രുക്കൾ 1000 വട്ടം ആലോചിക്കണം, അല്ലെങ്കിൽ ഇത്തരം ഒരു ഭീകരാക്രമണം നടത്താൻ ഭയക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓർമ്മിക്കുന്ന രീതിയിൽ ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ. അത് ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എർദോഗനും ഷി ജിൻപിങ്ങും ഒക്കെ അടി കൊണ്ട് വീഴുന്ന പാകിസ്ഥാനെ താങ്ങാൻ റെഡിയായി നിൽക്കുന്നതാവും നല്ലത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. തൽക്കാലം ബൈ.